ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് നേരിടുന്ന ഒരു സംഭവമാണ് നമ്മളുടെ വിസ്മയ മോഹൻലാലിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവും അതുപോലെ ആളുടെ സിനിമയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇതിലിപ്പോൾ എന്താ പറയാനുള്ളതെന്നാണ് ഞാൻ ചിന്തിക്കണേ. കാര്യം ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ആക്ടർ, ആളുടെ മകൾ അതിൻ്റേതായ ഒരു ജാടയില്ലാണ്ട്, പക്ഷേ ആൾ ചിലപ്പോൾ പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. അതിൻ്റേതായ കുറച്ച് ടെൻഷനും എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ എന്ത് വന്നാലും കട്ടിക്ക് കൂടെ നിൽക്കുന്ന ആളുടെ ഫാമിലി. അപ്പം അങ്ങനെയെങ്കിൽ ഇപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മൾ പേഴ്സണലി എന്തൊക്കെ നമ്മൾക്കൊരു സ്ട്രോങ് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പബ്ലിക് ഫിഗറിൻ്റെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പബ്ലിക് ഫിഗറായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവും. ആളുടെ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് വളരെ, അതായത് ഈ സിനിമ ഒഴിച്ചു വെച്ചാൽ ആളുടേതായ കുറേ നല്ല ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പ്രണവ് മോഹൻലാലിനെ എങ്ങനെയാണോ സ്വീകരിച്ചത് ആ ഒരു രീതിയിൽ എന്തുകൊണ്ട് വിസ്മയനെ നമ്മൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നില്ല എന്ന് ഞാൻ ശരിക്കും ചിന്തിച്ചു പോയി. പക്ഷേ എന്താ പറയുക, ആ തുടക്കം സിനിമയുടെ ട്രെയിലറാണെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് കാണുമ്പോൾ അന്ന് ആ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ട ഒരു കുട്ടിത്തമോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ ഒന്നും ആൾക്കതുണ്ടായില്ല. ചിലപ്പോൾ ഒരു നല്ല സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ട് കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും. ഇപ്പോൾ പ്രണവാണെങ്കിലും നമ്മുടെ ലാലേട്ടനാണെങ്കിലും എന്തായാലും അഭിനയത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുള്ള വ്യക്തികളാണല്ലോ. സോ ഇത്രയും സൈബർ ബുള്ളിങ് നേരിടേണ്ട ഒരു കാര്യവും അതില്ലായെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും എവിടെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുമ്പോൾ പിടിച്ചങ്ങടി കയറുക, ഉള്ളതും ഇല്ലാത്തതും ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഇതിനെന്താ ഒരു പിരി ലൂസാണോ, അല്ലെങ്കിൽ അതെന്താ മെച്ചുവേർഡ് ഇല്ല, 10-35 വയസ്സായില്ലേ, നമ്മളിതിനതൊക്കെ അന്വേഷിക്കുന്നത്. നമ്മളത് അന്വേഷിക്കാനായിട്ട് അവർ പറയുന്നുണ്ടോ? ഇല്ല. ആളുടെ ഫിലിം, ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ആളുടെ ഫിലിം എങ്ങനെയുണ്ട്, അഭിനയം എങ്ങനെയുണ്ട്, അത് നോക്കുക. എസ്പെഷ്യലി ഇപ്പം നമ്മൾ ഈ ഫഹദ് ഫാസിലിൻ്റെ കയ്യെത്തും ദൂരത്ത് സിനിമ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും പറയുമോ ഇപ്പോൾ കണ്ണുകൾ കൊണ്ട് വരെ അഭിനയം കാഴ്ചവെക്കുന്ന ഒരു വലിയ നടനിലേക്ക് അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് ആക്ടർ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആ ഒരു ലിസ്റ്റിൽ വരുന്ന രീതിയിൽ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ നടൻ വളർന്നു വരുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചു? ഇല്ല. അതുപോലെ എല്ലാവരും അവരുടെ സ്റ്റാർട്ടിങ്, അതിപ്പോൾ കരിയറിലാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴാണ് നമുക്കിതുപോലെ നല്ല നല്ല ലാലേട്ടന്മാരെയും മമ്മൂക്കന്മാരെയും ഒക്കെ കിട്ടുന്നത്. അപ്പം അതുപോലെ വിസ്മയനെയും സപ്പോർട്ട് ചെയ്യുക. ആൾക്കും ഇതുപോലെ തന്നെ ഒരുപാട് ഫ്യൂച്ചർ മുന്നിൽ ഇങ്ങനെ തുറന്നു കിടക്കുന്നുണ്ട്. അത് വിനിയോഗിക്കാനായിട്ട് ആൾക്കൊരു അവസരം കൊടുക്കുക. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എല്ലാവർക്കും അവരുടേതായ ഒപ്പീനിയനുണ്ട്. ഞാൻ എൻ്റെ ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കത് കണ്ടപ്പോൾ ആ ഒരു വീഡിയോയിൽ തന്നെ ഇങ്ങനെ ഒരുപാട് സൈബർ ബുള്ളിങ് വന്നിങ്ങനപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. അക്സെപ്റ്റ് ചെയ്യാവുന്നത് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക.